सर्वं करोतु कल्याणम् आरोग्यं धनसम्पदः लक्ष्मीः कौस्तुभपारिजातकसुरा धन्वन्तरिश्चन्द्रमा धेनुकामदुघा सुरेश्वरगजो ब्रह्मादिदेवाङ्गना अश्वः सप्तमुखो विषं हरिधनु शङ्खोऽमृतं चाम्बुधे रत्नानीति चतुर्दश प्रतिदिनं कुर्वन्तु नो मङ्गलम् कुर्वन्तु नो मङ्गलम् कुर्वन्तु नो मङ्गलम्. ഈ കാലഘട്ടത്തിൽ കുറച്ചധികം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ഗർഭസ്രാവം അല്ലെങ്കിൽ അബോർഷൻ എന്ന് പറയുക. അപ്പോൾ ഒരു സ്ത്രീ ഗർഭിണിയായി കഴിഞ്ഞാൽ ഒരു 2 മാസം 2.5 മാസം ആകുമ്പോഴത്തേക്കും കുട്ടിക്ക് ഹാർട്ട് ബീറ്റ് നിലച്ചു. അപ്പോൾ ഇനി കുട്ടി അത് കിട്ടത്തില്ല എന്നുള്ള രീതിയിൽ ഒന്നുകിൽ തന്നെ അത് ശ്രവിച്ചു പോവുക, അബോർട്ട് ചെയ്ത് പോവുക, ഇല്ലെങ്കിൽ എന്തെങ്കിലും മരുന്ന് വെച്ച് അത് അബോർഷൻ ആക്കി കളയുക. അപ്പോൾ ആ രീതിയിൽ നടക്കുന്നുണ്ട് ഒരു ഭാഗം. പിന്നെ ഒരു വിഭാഗം പറഞ്ഞാൽ കുട്ടി സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ തന്നെ ഒരു 6 ആഴ്ചയിലൊക്കെ ആകുമ്പോൾ സ്കാൻ ചെയ്ത് നോക്കിയാൽ കുട്ടിക്ക് വളർച്ചയില്ല എന്ന് പറയുകയും അതുകൊണ്ട് അതിനി വേണ്ട, അത് വളർന്നു കഴിഞ്ഞാൽ അംഗഭംഗം ഉണ്ടാവും, അതുകൊണ്ട് അതിനെ ഇനി നിലനിർത്തണ്ട എന്ന് പറഞ്ഞിട്ട് കമ്പൽസറി ആയിട്ട് അത് അബോർട്ട് ചെയ്ത് കളയുന്ന, അതിനെ സ്രവിപ്പിച്ച് കളയുന്ന ഒരു സമ്പ്രദായവും ഈയിടെ കുറച്ച് അധികം കേൾക്കുന്ന ഒരു വിഷയമാണിത്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഹാർട്ട് ബീറ്റ് നിൽക്കുക എന്ന് പറയുന്നത്, അതായത് ഹൃദയ സ്പന്ദനം നിന്നു പോവുക എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രധാന കാരണം ഈ ഇടയായിട്ട് കുട്ടികളിൽ കാണുന്ന PCOD ആണ്. PCOD എന്ന് പറയുമ്പോൾ പോളിസിസ്റ്റിക് ഓവേറിയൻ ഡിസീസ്. അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ അണ്ടാശയത്തിനകത്ത് മുട്ടകൾ, മഞ്ഞക്കരു ഇല്ലാത്ത മുട്ടകൾ ധാരാളം ഉണ്ടായി വരുന്നു. അതിൻ്റെ ഇടയിൽ ഏതെങ്കിലും ഒരു നല്ല ഫോളിക്കിൾ ഉണ്ടായി ഒരു സ്ത്രീ ഗർഭം ധരിച്ചാൽ തന്നെ അവിടെ ആ അണ്ടാശയത്തിൽ കിടക്കുന്ന പഴയ സിസ്റ്റുകൾ കൊണ്ട്, ആ നീർക്കെട്ട് കൊണ്ട് തന്നെ ആ കുട്ടിക്ക് നല്ല രീതിയിലുള്ള ബ്ലഡ് സർക്കുലേഷനൊക്കെ കിട്ടാണ്ടാണ് ഹാർട്ട് ബീറ്റ് നിന്നു പോകുന്നത്. അങ്ങനെ ഒരു വിഷയമുണ്ട്. പക്ഷേ എന്നിരുന്നാലും ആയുർവേദ രീതിയാൽ വളർച്ച കുറവായ കുട്ടിയായാലും ഈ PCOD ഉണ്ടായിട്ട് ഗർഭിണിയായ സ്ത്രീ ആയാലും ആ ഗർഭസ്ഥ ശിശുവിനെ സംരക്ഷിച്ച് കൊണ്ടുവരുവാനായിട്ട് ഒരുപാട് മാർഗങ്ങളുണ്ട്. അപ്പോൾ ഈ മാർഗങ്ങളിലൊന്നും സ്വീകരിക്കാതെ പെട്ടെന്ന് തന്നെ അത് അബോർട്ട് ചെയ്ത് കളയാണ്ടിരിക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമം. ഇനിയിപ്പോൾ ഹാർട്ട് ബീറ്റ് നിന്നുപോയി എന്ന് പറയുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഹൃദയസ്പന്ദനം നിലനിന്നു പോയ ഒരു കുട്ടിയെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ അതേസമയം PCOD ഉള്ളപ്പോൾ തന്നെ ഗർഭിണിയായ ഒരു സ്ത്രീയെ നമുക്ക് ആയുർവേദ രീതിയിൽ കിട്ടുകയാണെങ്കിൽ നമ്മൾ ആ PCODയുടെ ദോഷം വരാത്ത രീതിയിൽ ആ കുഞ്ഞിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഒരുപാട് ചികിത്സകളുണ്ട്. ഒരുപാട് പാൽക്കഷായങ്ങളും ഔഷധങ്ങൾ തന്നെ കഷായമായി വെച്ച് കഴിക്കുന്നതും ചില ഒറ്റമൂലിയായിട്ടുള്ള മരുന്ന് കഴിക്കുന്നതും അങ്ങനെ ഒരുപാട് ആ കുട്ടിയെ സംരക്ഷിച്ച് കൊണ്ടുവരുവാനുള്ള ചികിത്സാ രീതികൾ നമ്മുടെ ആയുർവേദ ശാസ്ത്രത്തിൽ ഇഷ്ടം പോലെയുണ്ട്. ഇനി വളർച്ച കുറവാണ് എന്നുള്ള രീതിയിൽ അബോർട്ട് ചെയ്ത് കളയുന്ന കുഞ്ഞുങ്ങളെയാണെങ്കിൽ എണ്ണം പറയുകയാണെങ്കിൽ ഞാനൊരു എണ്ണം പറയാൻ പറ്റില്ല, ഒരു 10-20 കുട്ടികളെയെങ്കിലും അങ്ങനെ അബോർട്ട് ചെയ്യാൻ പറഞ്ഞു എന്ന് പറയുമ്പോൾ പരിചയമുള്ളവരാണെങ്കിൽ അവരെ എൻ്റെ അടുത്ത് കൊണ്ടുവരാൻ പറഞ്ഞിട്ട് ആയുർവേദ മരുന്നുകൾ കൊടുത്ത് ശരിക്കും പറഞ്ഞാൽ നല്ല നോർമൽ ഡെലിവറി, അഥവാ ഇനി സിസേറിയൻ ആണെങ്കിൽ തന്നെ ഒരു 3 കിലോ വരെ ഭാരം വരുന്ന കുഞ്ഞുങ്ങൾ പ്രസവിക്കുന്ന അമ്മമാർ ഇന്ന് ഒരുപാട് പേര്, എൻ്റെ ചികിത്സയിൽ തന്നെ അങ്ങനെ ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഒരു ഗർഭസ്ഥ ശിശുവിന് വളർച്ചയില്ല എന്ന് വിചാരിച്ചിട്ട് അതിനെ അബോർട്ട് ചെയ്ത് കളയാതിരിക്കുക. അപ്പോൾ നമുക്ക് സാധാരണ രീതിയിൽ ഗർഭിണിയായ ഒരു സ്ത്രീ ഗർഭിണിയായെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ ആദ്യം നവനീതം കൊടുക്കാൻ പറയുന്നുണ്ട്. നവനീതം എന്ന് പറഞ്ഞാൽ പുതിയ വെണ്ണ, നമ്മൾ പാല് കാച്ചി ഉറയൊഴിച്ച് തൈര് കടഞ്ഞ് എടുക്കുന്ന വെണ്ണ, അല്ലാണ്ട് പാല് കടഞ്ഞ് വെണ്ണ എടുക്കുന്നത് അതൊന്നും കഴിക്കരുത്. ശരിക്ക് തൈര് കടഞ്ഞെടുക്കുന്ന നേരിയ പുളിപ്പുള്ള വെണ്ണ. ആ വെണ്ണ ഒരു നെല്ലിക്ക വലിപ്പത്തിൽ വെണ്ണയിൽ ഒരു സ്വല്പം പഞ്ചസാര, ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ മിക്സ് ചെയ്തിട്ട്
അതിങ്ങനെ കാലത്ത്, അതുപോലെ ഉച്ചയ്ക്ക്, അതുപോലെ വൈകിട്ട് ആദ്യ കാലഘട്ടങ്ങളിൽ കഴിക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും. അപ്പോൾ നമ്മൾക്കൊരു 3 മാസം കൊണ്ടാണ് ഈ ഗർഭസ്ഥ ശിശു നന്നായി വളർന്ന് യൂട്രസിൽ പറ്റിപ്പിടിച്ച് കിടക്കുക. ആ 3 മാസം അതിൻ്റെ ഫിക്സേഷൻ ടൈമാണെന്ന് അതിന് വളരെയധികം ഗർഭിണികൾ സൂക്ഷിച്ചിരിക്കണമെന്നും അധ്വാനമുള്ള ജോലികൾ, ഭാരമെടുക്കുന്ന ജോലികൾ, അതുപോലെ തന്നെ ഒരുപാട് ഈ അടിച്ചു വാരുന്ന അങ്ങനെയൊക്കെയുള്ള അധ്വാനം കൂടുതലുള്ള ജോലികൾ ചെയ്യാണ്ടിരിക്കുക ഈ 3 മാസം. അത് തന്നെ ഗർഭസ്രാവം ഉണ്ടാകാതിരിക്കാൻ ഒരു നല്ല ഉത്തമ ഉദാഹരണമാണ്. ഗർഭം ഒരു രോഗമാണെന്നുള്ള ആ ഒരു ഭയത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു. അത് ശരിയായ രീതിയിൽ കുടുംബത്തിലുള്ളവർ ആ കുട്ടിയെ നന്നായി പറഞ്ഞ് മനസ്സിലാക്കിക്കുക. ഗർഭം ഒരു രോഗമല്ല, അത് പ്രകൃതിദത്തമായ ഒരു അനുഭവമാണ്. ഒരമ്മയാകുക എന്ന് പറയുക, എന്താ പറയുക, അതിനൊരു വാക്കുകളില്ല. ഒരമ്മ എന്ന് പറയുന്ന വാക്കിനൊരു അർത്ഥം പറഞ്ഞ് ഫലിപ്പിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഒരമ്മയാവുന്നതിൻ്റെ സന്തോഷം, അമ്മയായാലുള്ള ഗുണങ്ങൾ, അതെല്ലാം വീട്ടിൽ കുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിച്ച് ഇതൊരു രോഗമല്ലെന്നും ഇതൊരവസ്ഥയിൽ നമ്മൾ വളരെ എൻജോയ് ചെയ്ത്, കാരണം എനിക്ക് ഇങ്ങനൊരു കുട്ടി ഉണ്ടാകാൻ പോകുന്നു, അതൊരു നല്ല കുട്ടിയായി തീരണം, നല്ല ആരോഗ്യമുള്ള കുട്ടിയാവണം, അവൻ എങ്ങനെയാവണം, എന്താവണം എന്നൊക്കെ അമ്മ എങ്ങനെ ചിന്തിക്കുന്നു അതുപോലൊക്കെയാണ് ആ കുഞ്ഞ് വളർന്നു വരിക. ആ രീതിയിലുള്ള ഉപദേശങ്ങൾ ആ കുട്ടികൾക്ക് കൊടുത്ത് ഇതൊരു ഭയപ്പാടില്ലാത്ത രീതിയിൽ വേണ്ട സംരക്ഷണം കൊടുത്ത് വന്നാൽ തന്നെ ഈ ഗർഭപാതം, അതായത് ഗർഭസ്രാവം ഉണ്ടാവില്ല. ഗർഭസ്രാവത്തിന് പല കാരണങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അത്യധികമായ അധ്വാന ജോലി, ഒരു 3 മാസം വരെ കഠിനമായ ജോലി ചെയ്യാതിരിക്കുക, അതുപോലെ ഗർഭം രോഗമാണെന്ന് കരുതാതിരിക്കുക, ഇതെന്തോ ഒരു ഭീകരത്വമാണെന്നും എൻ്റെ ശരീരത്തിൽ എന്തൊക്കെയോ സംഭവിക്കുമെന്നും പ്രസവിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഭംഗി പോകുമെന്നും അങ്ങനെയൊക്കെയുള്ള ആ വിചാരങ്ങൾ മനസ്സിൽ വരുമ്പോൾ ഈ അകത്തിരിക്കുന്ന ശിശു ഗർഭാശയത്തിൽ പറ്റിപ്പിടിക്കാണ്ട് തന്നെ അത് പുറന്തള്ളപ്പെടുകയാണ്. ശരീരം തന്നെ അതിനെ പുറന്തള്ളുകയാണ്. അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ മനസ്സെന്ത് വിചാരിക്കുന്നോ, നമ്മൾ എന്ത് ചിന്തിക്കുന്നോ അതായിരിക്കും നമ്മുടെ ശരീരവും നമ്മുടെ ശരീരാവയവങ്ങളും പ്രവർത്തിക്കുന്നത്. നമുക്ക് കണാശദാഹ്വതി കഷായം പരിചയപ്പെടാം. ഇത് സഹസ്രയോഗ പ്രകാരം നിർമ്മിക്കുന്ന ഒരൗഷധമാണ്. ഇതിലെ പ്രധാന ഔഷധങ്ങൾ നമ്മൾക്കൊന്ന് പരിചയപ്പെടാം. ഉങ്ങിൻതൊലി, ചെറുതേക്ക്, ദേവതാരം, വെളുത്തുള്ളി, ചതകുപ്പ, എള്ള്, മുതിര, ആവിൽത്തൊലി, തിപ്പലി. എല്ലാ ഔഷധങ്ങളും തുല്യ അളവിൽ 16 ഇരട്ടി വെള്ളത്തിൽ വറ്റിച്ച് 8-1 വറ്റിച്ച് അതിനെ പിഴിഞ്ഞരിച്ച് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. ഇത് പ്രധാനമായും ഗർഭാശയ സംബന്ധിയായ അസുഖങ്ങളിലും ആർത്തവ സംബന്ധിയായ അസുഖങ്ങളിലുമാണ് ഉപയോഗിക്കുന്നത്. നമ്മുടെ മനസ്സ് എന്ത് പറയുന്നോ അതാണ് നമ്മുടെ ശരീര അവയവങ്ങൾ പ്രവർത്തിക്കുക. അപ്പോൾ അതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, എന്തെങ്കിലും ഒരു കാഴ്ച, കാണാനുള്ളൊരു കാഴ്ച ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്, ഞാൻ ആ വഴി കൂടി പോവുകയാണ്. എൻ്റെ മനസ്സ് ആ കാഴ്ച കാണണമെന്ന് ആഗ്രഹിച്ചാൽ മാത്രമേ എൻ്റെ ദൃഷ്ടി അങ്ങോട്ടേക്ക് ചലിക്കുകയുള്ളൂ. എനിക്കത് കാണണമെന്നുള്ള ആഗ്രഹമില്ലെങ്കിൽ ഞാൻ ഒരിക്കലും ആ ഭാഗത്തേക്ക് നോക്കില്ല. അപ്പോൾ എൻ്റെ മനസ്സ് പറയുന്നതാണ് എൻ്റെ ദൃഷ്ടി ചെയ്യുക. അതുപോലെ നമുക്ക് നടക്കണം എന്നുള്ള ആവശ്യം വരുമ്പോൾ നമ്മുടെ മനസ്സ് പറയണു, നീ നടക്ക്, എന്നാലേ നീ ഒരു സ്ഥലത്ത് എത്തുകയുള്ളൂ. അപ്പം അതേമാതിരിയാണ് ഒരു ഗർഭസ്ഥ ശിശു എന്ന് പറയുമ്പോൾ അമ്മ മനസ്സിൽ എന്ത് വിചാരിക്കുന്നോ ആ ഒരു ചലനമാണ് ആ കുട്ടിയിലുണ്ടാവുക. അപ്പോൾ അമ്മ മനസ്സിൽ വിചാരിക്കുന്നത് ഇതെന്തോ ഒരു വലിയ ദോഷമാണ്, ഇതെന്തോ ഒരു രോഗമാണ്, ഞാനിങ്ങനെ ഒരു ഗർഭിണിയായി പ്രസവിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഭംഗിയൊക്കെ പോകും, അല്ലെങ്കിൽ ഞാൻ വയസ്സായി പോകും, അല്ലെങ്കിൽ എൻ്റെ ശരീരം തടി വെച്ച് പോകും, അതുപോലെ തന്നെ കുഞ്ഞിന് പാൽ കൊടുത്തു കഴിഞ്ഞാൽ ബ്രസ്റ്റിൻ്റെയൊക്കെ ഭംഗി പോകും, അതങ്ങ് താന്നു പോകും. അങ്ങനെയൊക്കെയുള്ള ഒരു വിചാരങ്ങൾ മനസ്സിലുള്ള ആ പെൺകുട്ടികൾ ഇതൊക്കെ ഇങ്ങനെ ചിന്തിച്ച് കഴിയുമ്പോൾ ശരീരം താനേ വിചാരിക്കും, ഈ ഗർഭാശയത്തിനകത്ത് ഈ കുട്ടി നിന്നാൽ ഈ സ്ത്രീക്ക് അല്ലെങ്കിൽ ഈ ശരീരത്തിന്, ഈ മനസ്സിന് അതിനോട് താല്പര്യമില്ല. അപ്പോൾ ഗർഭാശയം ഓട്ടോമാറ്റിക്കായിട്ട് ആ കുട്ടിയെ, അതിനകത്തിരിക്കുന്ന ശിശുവിനെ പുറന്തള്ളും. ഇപ്പോൾ മാസത്തിൽ മെൻസസ് വരുന്നത് എങ്ങനെയാണ്? നമുക്കൊരു 28 ദിവസം അല്ലെങ്കിൽ 26 ദിവസം കഴിയുമ്പോൾ മെൻസസ് വന്നില്ലെങ്കിൽ അയ്യോ എനിക്ക് വന്നില്ലല്ലോ, എന്താ വരാത്ത എന്നുള്ള ചിന്തകൾ വരുമ്പോൾ ശരീരത്തിന് അതിനുള്ള പ്രകോപനം കിട്ടുന്നു, മാസമുറ അങ്ങനെ പുറത്തേക്ക് വരുന്നു.
അപ്പോൾ ആ അഴുക്ക് നമ്മുടെ ഗർഭാശയത്തിൻ്റെ ഉള്ളിൽ ഇരിക്കാൻ പാടില്ല, അത് പുറന്തള്ളണം എന്ന് നമ്മുടെ മനസ്സ് ചിന്തിക്കുമ്പോൾ നമ്മുടെ ശരീരം അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നു. അതുപോലെ തന്നെയാണ് ഒരു ഗർഭസ്രാവം എന്ന് പറയുന്നത്. ആ ഒരു സ്ത്രീ ഗർഭിണിയായിക്കഴിഞ്ഞാൽ എൻ്റെ ഗർഭാശയത്തിനകത്ത് എൻ്റെ കുഞ്ഞ് വളരുന്നു, എൻ്റെ കുടുംബം നിലനിർത്തുന്ന ഒരു കുഞ്ഞ് വളരുന്നു, ആ കുഞ്ഞിനെ ഞാൻ ഇപ്പം തൊട്ട് തന്നെ സംരക്ഷിച്ചു പോകണം എന്നുള്ള ആ ഒരു ചിന്ത മനസ്സിൽ വന്നു കഴിഞ്ഞാൽ തന്നെ ഒരു 70% ഗർഭസ്രാവം അബോർഷൻ നടക്കില്ല. പിന്നെ ബാക്കിയുള്ളത് നമുക്ക് മരുന്ന് കൊണ്ട് അവിടെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും. PCOD ഉള്ള കുട്ടികൾ ഗർഭിണിയായി കഴിഞ്ഞാൽ 2.5 മാസത്തിൽ ഹാർട്ട് ബീറ്റ് നിന്നു പോകും. ഇതിപ്പോൾ പരക്കെ ഒരു പ്രചരണമായി. അപ്പോൾ ചികിത്സയ്ക്ക് വരുന്ന ആൾക്കാർ ആദ്യം ചോദിക്കുന്നത് അതാണ്, എനിക്ക് PCOD ഉണ്ട്, ബൈ ചാൻസിൽ ഞാൻ ഗർഭിണിയായാൽ എൻ്റെ കൊച്ച് 2.5 മാസം ആകുമ്പോൾ ഹാർട്ട് ബീറ്റ് ഇല്ലാണ്ട് മരിച്ചു പോകുക അല്ലേ ഡോക്ടറെ, അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഞാൻ ഗർഭിണിയാവുന്നത്? ഈ ചോദ്യങ്ങൾ ഒരുപാട് എനിക്കിങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ നമ്മുടെ മനസ്സ് അതിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം മനസ്സിനെ നല്ല നിലയിൽ നിർത്താനായിട്ട് ഏറ്റവും കൂടുതൽ സാഹചര്യമാണ് അതിന് നല്ല വഴി ഒരുക്കി കൊടുക്കുക. കുടുംബത്തിലുള്ളവർ, അത് അമ്മയായാലും അമ്മായിയമ്മയായാലും നാത്തൂന്മാരായാലും ആരായാലും കൂട്ടുകാരായാലും അയൽവക്കക്കാരായാലും ഈ കുട്ടിയെ നല്ല രീതിയിൽ പരിലാളിക്കുകയാണെങ്കിൽ, നല്ല രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണെങ്കിൽ തന്നെ ഒരുവിധം ഈ ഗർഭസ്രാവത്തിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റും. കൂട്ടത്തിലാണ് നമ്മളിത് ശ്രവിച്ചു പോകാതെ ആ കുട്ടി നല്ല രീതിയിൽ വളരാനും ഓരോ അവയവങ്ങൾ വളരാനും ആയുർവേദത്തിൽ പ്രത്യേകം മരുന്നുകളുണ്ട്. 9 മാസവും ഓരോ മരുന്നുകൾ പാൽക്കഷായമാക്കി കൊടുത്താണ് നമ്മളത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക. അതുപോലെ തന്നെ ഇപ്പോൾ വേണ്ടി വന്നാൽ ചിലപ്പോൾ ഗർഭം തുടങ്ങിയ കാലം തൊട്ട് തന്നെ ഞാൻ ഈ വെണ്ണ കഴിക്കണമെന്ന് പറഞ്ഞ മാതിരി തന്നെ ചില ഔഷധങ്ങളിട്ട് കാച്ചിയ ചില നെയ്കൾ പോലും തുടർച്ചയായിട്ട് കൊടുത്തിട്ട് ആ കുട്ടിയുടെ ഹൃദയത്തെ സംരക്ഷിക്കുകയും അവയവങ്ങൾക്കുള്ള വളർച്ച ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യാനായിട്ടുള്ള ഔഷധങ്ങൾ ധാരാളം ഉണ്ട്. പക്ഷേ അതൊക്കെ പരസ്യങ്ങൾ കണ്ടോ ഇതുപോലെ തന്നെ നമ്മളൊക്കെ പറയുന്നത് കേട്ടോ പറയുന്ന ഔഷധങ്ങളൊക്കെ വാങ്ങി കഴിക്കുകയല്ല വേണ്ടത്. ശരിയായ രീതിയിൽ ഒരു ആയുർവേദ ഡോക്ടറെ സമീപിച്ച് ഓരോ ശരീരസ്ഥിതി അനുസരിച്ചാണ് നമ്മൾ ഓരോ ഔഷധങ്ങൾ നിശ്ചയിക്കുക. ആ നിശ്ചയപ്രകാരം ആ ഔഷധങ്ങൾ സേവിക്കുകയാണെങ്കിൽ ഈ അബോർഷൻ എന്ന് പറയുന്ന ആ ഭീകരതയിൽ നിന്നും നമുക്ക് ഒരുപാട് സംരക്ഷണം ലഭിക്കുന്നതാണ്. സുകുമാരഘൃതത്തിൻ്റെ നിർമ്മാണ വിധിയിലേക്ക് കടക്കാം. തഴുതാമ വേര് പ്രധാന ദ്രവ്യമായി വരുന്ന ഘൃതമാണ് സുകുമാരഘൃതം. തഴുതാമ വേര്, ദശമൂലങ്ങൾ, തൃണപഞ്ചമൂലം എന്നിവയടങ്ങിയ 21 ദ്രവ്യങ്ങൾ ചേരുന്നതാണ് ഇതിൻ്റെ കഷായ ദ്രവ്യങ്ങൾ. ചുക്ക്, തിപ്പലി, ഇരട്ടിമധുരം എന്നിവയടങ്ങിയ 7 ദ്രവ്യങ്ങൾ ചേരുന്നതാണ് ഇതിൻ്റെ കൽക്കദ്രവ്യം. ഈ കഷായ ദ്രവ്യത്തിലേക്ക് 2100 ലിറ്റർ വെള്ളം ചേർത്ത് 267 ലിറ്ററായി വറ്റിച്ചെടുക്കുക. ഇതിലേക്ക് യോഗത്തിൽ പറഞ്ഞ പ്രകാരമുള്ള ശർക്കരയും ആവണക്കെണ്ണയും പാലും നെയ്യും ചേർത്ത് കൽക്കദ്രവ്യങ്ങൾ അരച്ചു ചേർത്ത് കാച്ചിയെടുക്കുക. അതേപോലെ തന്നെ ഗർഭിണിയായി കഴിഞ്ഞാൽ തൈലം പുരട്ടി കുളിക്കാമോ, കാലുവേദന വരുന്നുണ്ട്, തലവേദന വരുന്നുണ്ട്, അപ്പോൾ എന്ത് തൈലമാണ് പുരട്ടി കുളിക്കുക, ഇങ്ങനത്തെ സംശയങ്ങൾ ഒരുപാട് ചോദിക്കാറുണ്ട്. ഒരിക്കലും ഗർഭം ധരിച്ചാൽ ഉടൻ തന്നെ തൈലം പുരട്ടി കുളിക്കാനായിട്ട് ശാസ്ത്രം പറയുന്നില്ല. ഗർഭിണിയായാൽ ആദ്യത്തെ 3 മാസം ആ ശിശു ഗർഭാശയത്തിൽ പറ്റിപ്പിടിച്ച് വളരാനുള്ള സമയമാണ്. ആ സന്ദർഭത്തിൽ ഗർഭിണിക്ക് ഏറ്റവും അത്യാവശ്യം പൂർണ്ണ വിശ്രമമാണ്. അധ്വാനമുള്ള ഭാരമുള്ള ജോലികൾ, ഭാരമുള്ള വസ്തുക്കൾ എടുക്കുക, ഇതൊക്കെ ചെയ്യാതെ ഇരിക്കുക. അതുപോലെ തന്നെ നടുവ്, വയറ് ഈ ഭാഗങ്ങളിൽ തടവുക, ഒഴിയുക, ഇങ്ങനത്തെ പ്രയോഗങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് ആദ്യത്തെ 3 മാസം ഫുൾ റെസ്റ്റാണ്. പിന്നത്തെ 7 മാസം വരെയുള്ള സമയം ഗർഭസ്ഥ ശിശു വളർന്നുകൊണ്ടിരിക്കുന്നതാണ്. അംഗപ്രത്യംഗങ്ങളായിട്ട് ഇങ്ങനെ വളർച്ച വന്നുകൊണ്ടിരിക്കുന്ന സമയത്തും നമ്മൾ ഈ ഉഴിച്ചിലും തടവലും എണ്ണ തടവലും ഒന്നും തന്നെ ചെയ്യാൻ പാടില്ല. ചിലപ്പോൾ 7 മാസമൊക്കെ ആകുമ്പോൾ കാലിനൊക്കെ വേദന വരികയാണെങ്കിൽ മുട്ടിന് താഴ്വശം മാത്രം ഇച്ചിരി ധന്വന്തരം തൈലമോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് പുരട്ടാൻ പറയും. അതും മസാജ് ഒന്നും ചെയ്യാൻ പാടില്ല, വെറുതെ പുരട്ടി ചൂടുവെള്ളം ഒഴിക്കുക എന്ന് പറയുന്നതല്ലാണ്ട് 7 മാസം വരെയും ഗർഭിണി തൈലം പുരട്ടുകയോ ഒഴിയുകയോ ഒന്നും ചെയ്യാൻ പാടില്ല.
7 മാസം കഴിഞ്ഞാൽ 8ഉം 9ഉം മാസങ്ങളിൽ തൈലം പുരട്ടണം. പക്ഷേ അവിടെ തൈലം പുരട്ടുക, ഒരു അരമണിക്കൂർ ഇരുന്നിട്ട് കുളിക്കുക. അവിടെയും ഉഴിയലൊന്നും പറഞ്ഞിട്ടില്ല. ഗർഭിണികൾക്ക് ഒരിക്കലും ഉഴിച്ചിലുകളൊന്നും ചെയ്യാൻ പാടില്ല. തണ്ടൽ വേദനയുണ്ടെങ്കിൽ പതുക്കെ തലോടി കൊടുക്കുക തൈലം കൊണ്ട്. അല്ലാത്ത രീതിയിൽ നമ്മൾ ഉഴിയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഈ നേരത്തെ പറഞ്ഞ മാതിരിയുള്ള ഗർഭസ്രാവത്തിന് ഒരുപാട് സാധ്യതകളുണ്ട്. 7ആം മാസമൊക്കെ തീരെ തൈലം പുരട്ടി ഒഴിയാനൊന്നും പാടില്ല. ഗർഭിണികൾ തൈലം പുരട്ടി കുളിക്കണമെന്ന് പറയുന്നത് 8-9 മാസങ്ങളിൽ മാത്രം ചെയ്താൽ മതി. അത് ചെയ്യുമ്പോൾ തന്നെ നല്ല രീതിയിലുള്ള പ്രസവമൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുപോലെ ഈ ഗർഭസ്രാവം ഉണ്ടാകാത്ത രീതിയിൽ വേണ്ട രീതിയിലുള്ള ഔഷധങ്ങൾ കൊടുത്തും ഉപദേശങ്ങൾ കൊടുത്തും ഒരു ഗർഭിണിയെ നല്ല രീതിയിൽ പരിരക്ഷിച്ചു കൊണ്ടുവരികയാണെങ്കിൽ നല്ല ഒരു തലമുറയെ വാർത്തെടുക്കാൻ പറ്റുന്നതാണ്. ഈ ഗർഭിണികളിൽ ഉണ്ടാകുന്ന ഛർദി അതും ഒരു 70-75% മാനസികമായിട്ടുണ്ടാകുന്നതാണ്. ഗർഭം ധരിച്ചാൽ ഛർദ്ദിക്കണം, ഛർദ്ദിച്ചാലേ ഗർഭിണിയാണെന്നുള്ളൊരു ഐഡൻറ്റിഫിക്കേഷൻ വരികയുള്ളൂ, അങ്ങനെയൊന്നുമില്ല. മനസ്സുകൊണ്ട് വിചാരിച്ചാൽ ആ ഛർദിയെ നമുക്ക് നിർത്താൻ പറ്റും. കാരണം കൂടുതൽ എനർജി എടുത്ത് ഛർദ്ദിക്കുമ്പോൾ നേരത്തെ പറഞ്ഞ ഈ ഗർഭസ്രാവം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം നമ്മൾ വയറൊക്കെ ഛർദ്ദിക്കുമ്പോൾ നമ്മുടെ അടിവയറിലേക്ക് കൂടുതൽ കംപ്രഷൻ പോയിട്ട് അമർത്തൽ പോയിട്ട് ഗർഭസ്രാവം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ കഴിവതും ഛർദ്ദിക്കാതിരിക്കാൻ തന്നെ മനസ്സുകൊണ്ട് ചിന്തിക്കുക. ഇനി അഥവാ അങ്ങനെ ഛർദി ഉണ്ടെങ്കിൽ തന്നെ ആ ഛർദി നിൽക്കാനായിട്ടുള്ള ഔഷധങ്ങൾ പല മരുന്നുകളുണ്ട്. അതിൻ്റെ ഒരു പ്രധാനമാണ് ഞാൻ നേരത്തെ പറഞ്ഞ വെണ്ണയും പഞ്ചസാരയും കൂടി കഴിക്കുക. അതുപോലെ ചില ഗർഭിണികളിൽ നമുക്ക് ഔഷധങ്ങൾ കൊടുക്കേണ്ടി വരും. ഇനി പ്രധാനമായിട്ട് ഈ ഗർഭിണിയായി കഴിഞ്ഞാൽ പല സാധനങ്ങൾ തിന്നാനുള്ള ആഗ്രഹം ഉണ്ടാവും എന്ന് പറയുന്ന പോലെ ഈ മസാല ദോശ തിന്നാനൊരു ആഗ്രഹം എന്നിങ്ങനെ കേൾക്കാറുണ്ട്. അത് മിക്കവാറും ഈ സിനിമയിലും സീരിയലിലും ഒക്കെയാണ്. ഗർഭിണിയായാൽ തല ഇറങ്ങി ബോധം കെട്ട് വീഴുക, അപ്പോഴാണ് അവൾ ഗർഭിണിയെ ഐഡൻറ്റിഫൈ ചെയ്യുക. പിന്നെ മസാല ദോശ തിന്നുക. ഈ മസാല ദോശ തിന്നു തുടങ്ങുമ്പോൾ അത് ഹോട്ടലിൽ നിന്നാണ് വാങ്ങിക്കുന്നത്. അവിടുത്തെ വൃത്തി, അതുപോലെ തന്നെ അതിൽ ചേർക്കുന്ന മറ്റുള്ള അജിനോമോട്ടോ അങ്ങനത്തെ സാധനങ്ങൾ ടേസ്റ്റ് ഉണ്ടാകാൻ വേണ്ടി അതിൽ ചേർക്കുന്ന എണ്ണ, ഇതെല്ലാം കൂടി, പ്രത്യേകിച്ച് ഉരുളക്കിഴങ്ങ്, ഇതെല്ലാം കൂടി വയറ്റിൽ ചെല്ലുമ്പോൾ അത് ദഹനം കിട്ടാതെയാവുകയും അവിടെ ഗ്യാസ് ഫോർമേഷൻ ഉണ്ടാവുകയും അതിൽ നിന്ന് ഛർദി ആരംഭിക്കുകയും ചെയ്യുന്നു. അല്ലാണ്ട് പല ഗർഭിണികളോടും ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നുമില്ല, വെറുതെ ചോദിക്കുന്ന, ഒരു രസത്തിന് ചോദിക്കുന്ന മസാല ദോശ എന്ന് പറയുന്ന കുട്ടികൾ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പം അങ്ങനത്തെ ആവശ്യമില്ലാത്ത ഹോട്ടൽ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് കഴിക്കാണ്ടിരിക്കുക. ഛർദി നമുക്ക് അങ്ങനെ നിർത്താൻ പറ്റും. പിന്നെ ചില ഗർഭിണികളിൽ നമ്മളിപ്പോൾ 7-8 ചില ഔഷധങ്ങൾ കഴിക്കണം എന്നൊക്കെ പറഞ്ഞ മാതിരി തന്നെ നെയ്കൾ ആദ്യം തൊട്ട് തന്നെ നമ്മൾ നെയ്കൾ കൊടുത്ത് ശീലിപ്പിക്കാറുണ്ട്. അത് ചിലരിൽ അത് പല വേരിയേഷൻസ് ഉണ്ടാവും. കാരണം ചിലപ്പോൾ ആ ഗർഭം സ്രവിച്ചു പോകാതിരിക്കണമെങ്കിൽ നെയ്യ് വേണ്ടി വരും. ചിലപ്പോൾ ആ ഗർഭിണിക്ക് ആരോഗ്യം കുറവാണെങ്കിൽ അവിടെ നമ്മൾ നെയ്യ് കൊടുക്കും. ഇനി വേരിക്കോസ് വെയിൻ വരുന്ന ഒരു പ്രവണതയുള്ള സ്ത്രീകളാണെങ്കിൽ അവിടെ ശോധന കുറയാതിരിക്കാൻ വേണ്ടി, ശോധന കുറഞ്ഞു കഴിഞ്ഞാൽ അവിടെയും ബുദ്ധിമുട്ടുണ്ടാകുന്നുള്ളതുകൊണ്ട് ശോധന കുറയാതിരിക്കാൻ വേണ്ടിയുള്ള ഔഷധങ്ങൾ കൊടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ സുകുമാരഘൃതം, കല്യാണഘൃതം, സാരസ്വതഘൃതം, ബ്രഹ്മീഘൃതം, അങ്ങനെ ഓരോരുത്തർക്ക് അവരവർക്ക് ആവശ്യമുള്ള രീതിയിൽ ഘൃതങ്ങൾ കൊടുക്കാറുണ്ട്. പിന്നെ ഈ സാരസ്വതഘൃതം, ബ്രഹ്മീഘൃതം എന്നൊക്കെ പറയുമ്പോൾ അത് ഗർഭിണിയായ സ്ത്രീകൾക്ക് സാധാരണ അമ്പലങ്ങളിൽ വെച്ച് പൂജിച്ചിട്ട് ഒരു 10 ദിവസം കഴിക്കുക, അങ്ങനെയൊക്കെ കൊടുക്കാറുണ്ട്. അതൊക്കെ ആർക്ക് വേണേലും കഴിക്കാം. അത് ഛർദിയൊന്നും ഇല്ലെങ്കിൽ സുഖമായിട്ട് കഴിക്കാം. ഒരുപാടല്ല, ഓരോ ടീസ്പൂൺ വെച്ചിട്ട് രാവിലെ കുളിച്ച് ശുദ്ധമായി ഈശ്വര പ്രാർത്ഥന നടത്തി നല്ലൊരു ശിശുവിനെ കിട്ടണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി തന്നെ ആ നെയ്യ് കഴിക്കുക, അങ്ങനെ കഴിക്കാം. അല്ലാണ്ട് അസുഖങ്ങളോ വിഷമങ്ങളോ തോന്നിക്കഴിഞ്ഞാൽ അതിന് കുറേ മരുന്നുകൾ ഇങ്ങനെ കേട്ടു, അത് ഏതെങ്കിലും നമ്മൾ വാങ്ങിച്ച് ഉപയോഗിക്കാം. അങ്ങനെ ചെയ്യാതെ ഒരു വിദഗ്ധ ഉപദേശത്തോടു കൂടി ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് അവരുടെ ആ അഡ്വൈസോടു കൂടി തന്നെ ആ ഔഷധങ്ങൾ കഴിക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമമായി വരിക. ഇന്ന് പ്രത്യേകിച്ച് പെൺകുട്ടികളിൽ കാണുന്ന ഒരു അസുഖമാണ് തലവേദന അല്ലെങ്കിൽ മൈഗ്രെയിൻ. ആയുർവേദ വൈദ്യശാസ്ത്രപ്രകാരം ഇതിനെ കൊടിഞ്ഞാന്നോ അല്ലെങ്കിൽ അർദ്ധവേദകം എന്നുള്ള രീതിയിൽ ഒരു ഭാഗത്ത് മാത്രം ഉണ്ടാകുന്ന ശക്തിയായിട്ടുണ്ടാകുന്ന വേദനയാണ് ഈ കൊടിഞ്ഞാലി മൈഗ്രെയിൻ അല്ലെങ്കിൽ ഈ തലവേദനയെക്കുറിച്ച് പറയുന്നത്. എന്നാൽ ആയുർവേദ ശാസ്ത്രപ്രകാരം ഈ രോഗിയെ നോക്കുമ്പോൾ ആ കുട്ടിക്ക് ഏറ്റവും വലിയ കാരണം അവരുടെ ദഹനപ്രക്രിയ അവിടെ വളരെ മോശമായിട്ട് കാണുന്നു. ആ ദഹനപ്രക്രിയ നമ്മൾ കൃത്യമായി ചെയ്യുവാൻ കൊണ്ടുവരുന്ന രീതിയിൽ അവർക്ക് നല്ല ഒരു 5-6 ദിവസം വളരെ തീക്ഷ്ണമായിട്ടുള്ള വിരേചനം നൽകണം. തീക്ഷ്ണമായ വിരേചനം നൽകുന്നതോടൊപ്പം തന്നെ ആയുർവേദ ശാസ്ത്രത്തിൽ തലവേദനയ്ക്ക് മാത്രമായി പറയുന്ന വരണാദി, പത്യക്ഷാദി ക്യാപ്സ്യൂളുകൾ നൽകുകയും
7 ദിവസത്തോളം ഇത് കഴിഞ്ഞതിന് ശേഷം കഞ്ഞുണ്യാദി വെളിച്ചെണ്ണ തലയിൽ തേച്ച് അതുപോലെ തന്നെ ഷഡ്ബിന്ദു തൈലം കൊണ്ട് 7 ദിവസവും നസ്യം ചെയ്താൽ ഒരു പരിധി വരെ ഉണ്ടാകുന്ന മൈഗ്രെയിൻ ഇന്ന് ഒഴിവാക്കുവാൻ സാധിക്കും. അതിനോടൊപ്പം തന്നെ കണ്ണ് ടെസ്റ്റ് ചെയ്യുക, വേണ്ട വ്യായാമങ്ങൾ, കണ്ണിന് വേണ്ടിയിട്ടുള്ള വ്യായാമങ്ങൾ കൃത്യമായി ചെയ്യുക. കൂടുതലായിട്ടുണ്ടാകുന്ന TV കാണുക, അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നെല്ലാം കുറച്ച് സമയം റെസ്റ്റ് എടുക്കുക. കഴിയുന്നത്ര ശാരീരികമായിട്ടും അതുപോലെ തന്നെ മാനസികമായിട്ടുണ്ടാകുന്ന ടെൻഷനും ഇതിന് ഒരു കാരണമാണ്. അപ്പോൾ ആ മാനസികമായിട്ടുണ്ടാകുന്ന ടെൻഷൻ ഒഴിവാക്കുവാനായിട്ട് അതിനുണ്ടാകുന്ന ചില പോസിറ്റീവായിട്ടുള്ള കൗൺസിലിംഗ് ഇതിനകത്ത് വളരെയധികം ഗുണം ചെയ്യാറുണ്ട്. അത് ചിലപ്പോൾ ഈ മാനസമിത്രം ഗുളികയെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ എത്രയോ രോഗികൾ ഒരിക്കലും മൈഗ്രെയിൻ മാറില്ല എന്ന് പറഞ്ഞിരിക്കാൻ എത്രയോ കേസുകൾ മാറിപ്പോയ അനുഭവം എനിക്കുണ്ട്. അപ്പോൾ മൈഗ്രെയിൻ ഇന്ന് ഒരു പ്രശ്നമല്ല. ആ മൈഗ്രെയിനെ എങ്ങനെ കാണുകയും ആ രോഗിയെ പറഞ്ഞ് മനസ്സിലാക്കുകയും അതിന് വേണ്ട രീതിയിൽ വിദഗ്ധമായ ഒരു ചികിത്സ കൊടുക്കുകയാണെങ്കിൽ മൈഗ്രെയിൻ നിന്ന് മോചനം നേടാമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിൽ ഏറ്റവും നല്ല ഒരു വെളിച്ചെണ്ണ എന്ന് പറയുന്നതിൽ കഞ്ഞുണ്യാദി വെളിച്ചെണ്ണയാണ്.